ഒരു കാലത്ത് ഹിറ്റ് മേക്കേഴ്സ് ആയിരുന്നു രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി കൂട്ടുകെട്ട്. താങ്കൾ സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിക്കുന്നുണ്ട്? അല്ല, കുഴപ്പിക്കലൊന്നുമില്ല. എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ജനാധിപത്യം പോസ്റ്റ് എമർജൻസി കാലഘട്ടത്തിൽ ഏറ്റവും അസുന്ദരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അതിന് ഈ സിസ്റ്റത്തിൽ അത്തരം ജനാധിപത്യം എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ അത് കെട്ടുപോകുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അതിന് ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടേണ്ടുന്ന ഘട്ടത്തിൽ തീർച്ചയായും ജനാധിപത്യം അതിൻ്റേതായ പരിഹാര മാർഗങ്ങൾ അതൊരു ഓർഗാനിക്കായിട്ട് കണ്ടെത്താറുണ്ട്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ അത് കണ്ടതാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ജനത ഇത്രയധികം രാഷ്ട്രീയ ബോധം ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലത്ത്, ഇത്രയധികം കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ലാതിരുന്ന കാലത്ത്, ആളുകൾക്ക് അക്ഷരാഭ്യാസം ഇതിനേക്കാളൊക്കെ വളരെ കുറവായിരുന്ന കാലത്ത്, പത്രം വായിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപക്ഷെ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ വളരെ കുറവായിരുന്ന കാലത്തൊക്കെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപകടസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാലവും ജനാധിപത്യം അങ്ങനെയാണ് പ്രവർത്തിക്കുക. അതിൻ്റെ എല്ലാ പരിമിതികൾക്കും പരാധീനതകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് അതിൻ്റേതായ ഒരു മെക്കാനിസമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വോട്ടറാണ്.